ഹലോ ഗായ്സ്, ഞങ്ങളിന്ന് വാവായതുകൊണ്ട് രാവിലെ കാവിലും അമ്പലത്തിലും പോയിട്ട് ഇങ്ങനെ നിൽക്കും. ഞങ്ങൾ മുട്ടായി തിന്ന് ഇങ്ങനെ ഇനി ഇട്ടും കടലും ഉണ്ടാക്കണം. 9:30 ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് വേണം കഴിക്കാൻ. പെരിഞ്ചീരകം അത് പൊട്ടിയിട്ട് നമ്മൾ സവാളയും പച്ചമുളകും ഇഞ്ചി ഇട്ടിട്ട് വഴട്ടി മസാലകളും ഇട്ടിട്ട് തണുക്കാൻ വെക്കണം. എന്നിട്ട് മിക്സിയിൽ ഇട്ടിട്ട് അടിച്ചിട്ട് കടലയുടെ കൂടെ ചേർത്താൻ ഞാൻ ഉണ്ടാക്കുന്നത്. നേരെ ക്യാമറ തിരിച്ചാൽ ഈ അടുപ്പിലോട്ട് പുട്ടുണ്ടാക്കാം. ഈ അടുപ്പിന് പക്ഷേ പ്രശ്നമുണ്ട്, തീ കുറവാണ്. അതുകൊണ്ട് പതുക്കെയില്ല. ഭയങ്കരമായിട്ട് അങ്ങനെ കളർ മാറി വരണ്ട കേട്ടോ, ഒന്ന് ലൈറ്റായിട്ട് മാറിയത്. കാരണം നമ്മൾ അടിച്ച് വെക്കുമല്ലേ, ഇതൊന്നും ഇന്ന് ഭയങ്കരമായിട്ട് മാറി വരണ്ട. നമുക്ക് ഇതിലേക്ക് മസാലകൾ ചേർക്കാം. ആദ്യം നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് കിട്ടാൽ മതി, കണക്കൊന്നും ഞാൻ പറയുന്നില്ല. കണക്കൊന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമില്ല, എനിക്ക് വിശപ്പില്ല. പിന്നെ മല്ലിപ്പൊടി കുറച്ചിട്ടാൽ മതി. പിന്നെ ഗരം മസാല അത് ഞാൻ എല്ലാത്തിലും ഇച്ചിരി തോന്നിയും ചേർക്കും കേട്ടോ, എനിക്ക് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ട്. പിന്നെ കുരുമുളക് ഇത്ര ഇട്ടിട്ട് നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇളക്കി ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ ചൂട് മാറുന്ന വരെ വെയിറ്റ് ചെയ്തിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് കടലയുടെ കൂടെ ചേർത്ത് ഉപ്പും ചേർത്ത് കടുവും വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ കടലക്കറി റെഡിയാകും. പിന്നെ പുട്ടിൻ്റെ വെള്ളം തിളയ്ക്കുന്നേ ഉള്ളൂ. പുട്ടിന് എളുപ്പമാകുമെന്ന് എനിക്കറിയില്ല. ഇതും സമയം എടുക്കും കേട്ടോ. ഇതിന് തണുപ്പിട്ടൊക്കെ മിക്സിയിലിട്ട് അടിക്കാനൊക്കെ പറ്റും. എനിക്കറിയാം, ഞാൻ രാവിലത്തെ ഫുഡ് കഴിച്ച് ഉച്ചയാവുന്നത്. പിന്നെ ഞാൻ ഇച്ചിരി സ്ലോയാണ്, അതായത് കുക്കിങ്ങൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് പതുക്കെ ചെയ്യാൻ പറ്റും, ചടപടി ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തീർച്ചയായും സമയം എടുക്കുമെന്ന് എനിക്കറിയാം. ഈ ഒരു പരിവാകും കേട്ടോ. ഈ ഒരു പരിവാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് വെക്കാം. പേസ്റ്റ് പരുവത്തിൽ വരും കേട്ടോ. ഇനി നമ്മൾ ഇതെടുത്തിട്ട് കടലക്കറിയിൽ ആഡ് ചെയ്ത് കൊടുക്കണം. ആവി പറക്കുന്ന പുട്ട് ഗൈസ്. പുറത്ത് മഴ പെയ്യുന്നുണ്ട്, കാണാൻ പറ്റില്ല. നമുക്ക് ചൂട് പുട്ടും കട്ടൻ കാപ്പിയും കടലക്കറിയും ഇല്ല.